ഫ്രഞ്ച് ടോസ്റ്റ് ആണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. പക്ഷെ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരാറുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു ഇത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. തീരെ കട്ടകളൊന്നും പോലെയൊക്കെ എടുക്കാതെ നന്നായിട്ട് തന്നെ ബീറ്റ് ആയിട്ട് വരണം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കണത്. അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല, വിസ്ക് ഉപയോഗിച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, തിളപ്പിക്കാത്ത പാൽ തന്നെയാണ്. അതിനുശേഷം ഇത് രണ്ടും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ അളവ് ഒരുപാട് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുട്ടയുടെ ടേസ്റ്റ് വരും. അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഇത് മതി. ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഡ്രോപ്പ് വാനില എസൻസാണ് ചേർക്കണത്. ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവറിന് തന്നെ മതി. അത് വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ട് തന്നെ അലിഞ്ഞ് വരണം. ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് കുറച്ച് കറുകപ്പട്ടി എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു അളവ് മതി കേട്ടോ. പക്ഷെ കുറച്ച് അളവിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണമാണ് ഞാനിപ്പോൾ ഇത്ര ചേർത്ത് കൊടുക്കണത്. ഇപ്പോൾ ബേക്കിംഗ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആവശ്യം വരും കറുകപ്പട്ട പൊടിച്ചതൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് ഗരം മസാലയുടെ കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ തീരെ വെള്ളം ഉണ്ടാവരുത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോവും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഈ പാലും പഞ്ചസാരയും മുട്ടയും വാനില എസൻസും കൂടി ചേർത്തിട്ടുള്ള മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അളവൊന്നും വേണ്ട. ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഒരു 2 നുള്ളൊക്കെ അത്രയും മതി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫോർക്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ പോലെയൊക്കെ എടുക്കേണ്ടതൊക്കെ പോയിക്കോട്ടെ. ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇപ്പോൾ ചെറിയ തരികളൊക്കെ പോലെ കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടോ. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 6 സ്ലൈസ് ബ്രെഡാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡാണ്. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ഈ ഒരു മിക്സിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഫ്രഞ്ച് ടോസ്റ്റ് തയ്യാറാക്കുമ്പോൾ സാധാരണ സൈഡ്സ് കട്ട് ചെയ്തെടുക്കാറില്ല. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അതിനുശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡിൻ്റെ സ്ലൈസ് ഇതിൽ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം പാനിൽ വെച്ച് നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 രീതിയിലും തയ്യാറാക്കാറുണ്ട്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനായ കാരണം പിടിക്കണമൊന്നുമില്ല. പക്ഷെ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഞാനിപ്പോൾ ആദ്യത്തെ ബാച്ചിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ കരിയരുത്. അതിന് മുമ്പ് തന്നെ നമുക്ക് ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പാലും മുട്ടയും പഞ്ചസാരയും വാനില എസൻസും അതുപോലെ കറുകപ്പട്ടയുടെ പൊടിയും എല്ലാം കൂടിയുള്ള മിക്സില്ലേ
അതെടുക്കാം. അതിൽ ഒരു സ്ലൈസ് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം, 2 ഭാഗവും. അതിനുശേഷം ഈ പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മിക്സിലേക്ക് പഞ്ചസാര കൂടുതൽ ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ബ്രൗൺ ഷെയ്ഡായിട്ട് വരും. അപ്പോൾ ഒരുപാട് പഞ്ചസാര ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പഞ്ചസാര നന്നായിട്ട് തന്നെ അലിയിച്ചെടുക്കാം. ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡായാൽ മതി. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. ഇത് നമ്മൾ പാലിലും മുട്ടയിലൊക്കെ മുക്കിയെടുത്തിരിക്കല്ലേ, അപ്പോൾ അത് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റും. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ഷെയ്ഡ് ആവണ വരെ ഇത് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളർ വന്നാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കണത്. ഇപ്പോൾ 2 ഭാഗവും ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്തൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡിൻ്റെ സ്ലൈസും ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിതിൽ ബട്ടർ ചേർത്ത് കൊടുക്കണില്ല. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 ഭാഗം നന്നായിട്ട് തന്നെ ടോസ്റ്റ് ആയിട്ട് വന്നോട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. കണ്ടില്ലേ, നമ്മളിതുപോലെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.